ഏറ്റവും പോലെ ഗൈസ് ഒരു കോമഡി. മഴയാണെന്ന് വിചാരിച്ച് എണീറ്റതാണ്. മഴയല്ല, നമ്മൾ എണീപ്പിച്ചിടാൻ വേണ്ടി ആരോ മറ്റേ ഗാർഡൻ്റെ മറ്റേ സാധനമില്ലേ, സ്പ്രേയർ. ഞാൻ ഫുള്ള് നനഞ്ഞ് സുധഞ്ചേട്ടൻ കുളിച്ച് താഴെ കിടക്കണായിരുന്നു അല്ലേ. എൻ്റെ ഊഞ്ഞാലൊക്കെ നനഞ്ഞ് ഇനിയിപ്പോൾ ഉണക്കി എടുക്കണം. എന്തായാലും തൽക്കാലം അവിടെ എടുക്കട്ടെ. എൻ്റെ പൊന്നു, ഈ സാധനം ഒന്ന് ഓഫായിട്ട് ഊഞ്ഞാൽ അഴിച്ചെടുക്കണം. അങ്ങോട്ട് പോകാൻ പറ്റണല്ലോ, ഒടുക്കത്ത വെള്ളം. പുറക്കം പോയി ഗൈസ്. ഗുഡ് മോർണിംഗ് മച്ചാനെ. ഞങ്ങളിപ്പോൾ പോലീസ് കടിപ്പിച്ച് വിട്ടു ഇവിടുന്ന് ഗാർഡനിൽ ഇത്. അവിടെ കിടക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഐഡിയ ഒക്കെ ചെക്ക് ചെയ്ത്, അപ്പോൾ നമ്മുടെ പേപ്പറൊക്കെ കാണിച്ചു കൊടുത്ത്. അപ്പോൾ ആ പേപ്പർ കൊണ്ട് പരിപാടി നടക്കൂട്ടാ. അപ്പോൾ കൺഫേമായി, ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഓക്കെയാണ്, സെറ്റാണ്. നമ്മളിവിടെ നിന്ന് എണീറ്റ് പോകണേണ്. ഇനി വെറുതെ എന്തിനാ അവരെ ഉറപ്പിക്കണേ. ഇവിടെ പോസ്റ്റൽ അയക്കണമെന്ന് പറഞ്ഞ ആൾക്ക് അപ്പോൾ കുറച്ച് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകണേണ്, പൈസ എടുക്കുന്ന സ്ഥലത്ത് നിന്ന്. അപ്പോൾ ആളുടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആൾ പൈസ തൊടത്തില്ല. അപ്പോൾ എന്നോട് എടുക്കാനാണ് പറയണം. അപ്പോൾ അത് എൻ്റെ ഒരു സുരക്ഷിതത്വക്ക് വേണ്ടി ഞാൻ ഇത് എടുക്കുന്നു. ഓക്കെ, കാരണം പരിചയപ്പെട്ടിട്ട് ഇത്ര ദിവസമല്ലേ ഉള്ളൂ, എന്തൊക്കെ മൂടാന്ന് അറിയില്ലല്ലോ. പക്ഷേ വൈബ് പറയുന്നത് വളരെ നൈസാണെന്നാണ്. പക്ഷേ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി എടുക്കണത്. ആൾക്ക് അറിയാൻ പാടില്ല സംഭവം എങ്ങനെ ചെയ്യാമെന്ന് അറിയാം, പക്ഷേ ആൾക്ക് ആ ഒരു വൈബ് ഇല്ല. അപ്പോൾ നാട്ടിൽ വെച്ചാണെങ്കിലും പുള്ളിയുടെ അപ്പനാണ് എടുത്തു കൊടുത്തത്. അപ്പോൾ കാര്യങ്ങൾ അതുകൊണ്ട് നമ്മൾ ഹെൽപ്പ് എന്നുള്ള മൂടാണ്. അപ്പോൾ ഇതാണ് ഞാൻ രാവിലെ പോയ ബാത്റൂം. പിന്നെ ഇവിടെ നിന്ന് എടുക്കാൻ പോണ്. സോ ദാറ്റ്സ് ലൈക്ക് ചാർജ് ചെയ്യണം കുറച്ച് കഴിയുമ്പോൾ, അങ്ങനെ കാര്യങ്ങൾ. ഓക്കെ, അച്ഛനൊരു പ്ലേറ്റ് മേടിച്ചിട്ട് എങ്ങനെ ഉണ്ടാവും. ഇത് ചൈനീസ് സ്റ്റൈൽ പ്ലേറ്റാണ് ഗൈസ്. ആൾക്ക് ഇവിടുത്തെ ഒരു മെമ്മറിക്ക് വേണ്ടി മേടിച്ചാണ്. അപ്പുറയിലോട്ട് പോകാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ. ആനപ്പെട്ടി കൊണ്ട് താഴെ വരെ ഇറങ്ങണം. ഞങ്ങൾ നൈസായിട്ട് ലിഫ്റ്റിലോട്ട് ചാടി കയറി, പക്ഷെ താഴെ ചെക്ക് ചെയ്തിട്ട് ടിക്കറ്റ് ഉണ്ടായില്ല. അവന്മാർ തിരിച്ച് കയറ്റി വിട്ട്. ഇപ്പോൾ ഇതുപോലത്തെ ഒരു പാത്ത് ഒരു 10-12 എണ്ണം ഇറങ്ങണം താഴേക്ക്. ഇറ്റ്സ് എ ലോങ് വേ മാൻ, സോ ലോങ് വേ. So, yeah. Huh? Guys. Yeah. ഇതുണ്ടോ ഗൈസ്, ഞാൻ അന്ന് നിങ്ങളെ നൈറ്റ് കാണിച്ചത് വ്യൂ വെസൂവിയസ്. അവിടെയാണ് പോംപിയുടെ വോൾക്കാനോ അടിച്ച് വീണത്. ഇതാണ് നമ്മുടെ സെറൻറ്റോ, നമ്മുടെ അച്ഛൻ. ഇവിടെ മൈ ബ്രദർ. So I'm gonna help you with that also. ഭയങ്കര സീൻ മാത്രമേ ഇവിടെ വേറെ ആൾക്കാരും ഇത് തന്നെ ചെയ്യണത്. ലിഫ്റ്റ് ഭയങ്കര കത്തിയാണ്. ഇതൊക്കെ പ്രൈവറ്റ് ബീച്ചുകളാണ് മച്ചാനെ. ഇതുണ്ടോ മൊത്തം ലോക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് അവിടെ ഒരു ലോക്കൊക്കെ വെച്ചിട്ട്. അതുവഴി നമുക്ക് കയറാൻ പറ്റില്ല, ഇതുവഴി ഇറങ്ങി ചെല്ലാൻ പറ്റില്ല. ഓരോ റെസ്റ്റോറൻറ്റ്, ഓരോ വലിയ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുള്ളായിട്ട് പിടിച്ചാലേ കയറാൻ പറ്റുള്ളൂ. എന്താ ഫുൾ പാക്ഡപ്പാണ്. നമ്മൾ മിക്കവാറും എന്താ കിടക്കണ ബോട്ടായിരിക്കും എടുക്കണം കാപ്പറിക്ക് പോകാനായിട്ട്. ലാവൻഡർ എൻ്റെ കൊള്ളാട്ടോ. വഴി നല്ല വൈബാ. മുകളിലൊരു കഴുകല്ല സീകൾ. സോ യാ, ഇതാണ് ഗൈസ് മൂഡ്. അപ്പോൾ താഴേക്ക് എത്തട്ടെ, ഒരുപാട് നടക്കാനുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ പ്രൈവറ്റ് ബീച്ചുകളാട്ടോ. കുറേ മത്സ്യകന്യകളൊക്കെ നിങ്ങൾ കണ്ടു ഗൈസ്. നമ്മളത് ഈ ഗുഹയിലോട്ട് കയറി പോകണം. എൻ്റെ പൊന്നെ ആനോപ്പട്ടി ബാഗ് എല്ലാം കൂടി അച്ഛനെ കൊണ്ട് ആവണില്ല. വെൽക്കം ബ്രോ. അച്ഛനെ കൊണ്ട് ആവണില്ല. ഇത് കണ്ട ഗുഹ നൈസ് വൈബ് അല്ലേ. അയ്യോ, ഇവിടെ എന്തോ ഒരു വിച്ചലം മിച്ച മണം ഉണ്ടോ മച്ചാനെ. ബെറ്റർ വ്യൂ കിട്ടുന്നുണ്ട്. Yes, no, it's okay. It's okay. ഇതെന്ന് പറഞ്ഞ ടീമുകൾ. അപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പറ്റുമോ ഇല്ലാന്ന് തോന്നുന്നു. ഇതാണ് ഗൈസ് പ്രൈവറ്റ് പ്രീമിയം ബീച്ചുകളുടെ വ്യൂ. നിങ്ങൾ കാണൂ.
എന്തോ പോലെ ഇവിടെ നമ്മൾ ആ ഹോട്ടലിൽ റൂം എടുത്താൽ മാത്രമേ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നമ്മൾ എക്സ്ട്രാ പ്രീമിയം ബെഡ് എടുത്താൽ മാത്രമേ നമുക്ക് ഈ കുളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതിനുള്ള മൂടാ ഒരു പാർട്ടി കിടത്താൻ പറ്റിയ നൈസ് സെറ്റപ്പ് കേട്ടോ. അടിപൊളിയായി. Are you sure you want to take the tickets for me? Yes. Like why? Like why do you want to help me? You're my guest. Okay. Someday I'm gonna host you in India or Nepal. Let's see after. Yeah. Thank you, brother. അച്ഛനാണ് നമ്മളെ ഇതെടുക്കണത്. ഞാൻ ചോദിച്ചു അവനോട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാനിവിടെ നിന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ അവന് എന്തായാലും നീ ഇങ്ങോട്ട് പോകുന്നല്ലേ കൂടെ പോരുമെന്ന് പറഞ്ഞു. ഞാൻ നീന്തി പോകാന്നുള്ള മൂഡിലേക്കാണ് ഇവിടെ നിന്ന്. പക്ഷെ ഒരുപാട് ദൂരമുണ്ട്, നീന്തി എത്തത്തില്ല. പക്ഷെ ഞാൻ എത്തിക്കും, അത് വേറെ മൂഡ്. എത്തിക്കും, പയ്യെ നീന്തി എത്തിക്കും. പക്ഷേ ഇങ്ങനെ ഓഫർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നോക്കണ്ടല്ലോ. 48 യൂറോ ഈ 2 ടിക്കറ്റും കൂടി വെച്ചാലേ ഡിസ്കൗണ്ട് പരിപാടി ഒന്നുമില്ല വെച്ചാനെ ചോദിച്ചു. We can sit over there in the shade. ഇവിടെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. സ്ഥലത്ത് എത്തി. അപ്പോൾ നിറച്ച് ഒരുപാട് ആൾക്കാരുണ്ട് എല്ലായിടത്തും. ഫെറി ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഫെറി കേട്ടോ, അത് മറ്റേ മൂടല്ല, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ വണ്ടി കൊണ്ടുപോകണ ഫെറി. ആളെ മാത്രമല്ല വണ്ടി എടുക്കും. അച്ഛാ വലിയ ബോട്ട് കേട്ടോ. സാധനം ഒരു റിവേഴ്സ് അടിച്ച് നിർത്തിയൊക്കെ ആണ്ടായിരുന്നു, വേറെ മൂഡ് മാൻ. അപ്പോൾ ഇതിൽ നമ്മൾ കയറി പോകുന്നതാണ് ഗൈസ്. ഇവിടുന്ന് ക്യാപ്പിൽ എത്രത്തോളം ദൂരം ഉണ്ടെന്ന് അറിയില്ല, നോക്കിയോക്കട്ടെ. അച്ഛനവിടെ ഇപ്പോൾ ഉണ്ട്. നമ്മുടെ ഗേറ്റ് 4 ഇപ്പം തന്നെ ബോഡി ഒരു 20 മിനിറ്റ്സിൽ ഗൈസ്. ഇത് നമ്മളതല്ല ഫെറി കേട്ടോ, ഇതാണ് ഫെറി, കുഞ്ഞി ബോട്ടാണ്. അപ്പോൾ വലിയ മുട്ടില്ല. എനിക്ക് തോന്നുന്നു അത് വലിയ വണ്ടികളൊക്കെ കൊണ്ടുപോകണ സംഭവം, ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട് ഈ ഫെറി ആയിരിക്കും ഗൈസ് മിക്കവാറും. ഐ തിങ്ക് സോ. നമ്മളങ്ങോട്ട് പോകുന്നു മച്ചാനെ. ഇതോട് so brother, yep, going to roads tickets to the place I belong. Get free. Grazie. No, tu che? So guys, നമ്മൾ ആ വണ്ടിയിൽ കയറി മച്ചാനെ. ഇനിയിപ്പോൾ നമ്മൾ വേറെ മൂടടിക്കാൻ മുകളിലോട്ട് കയറി പോകട്ടോ മച്ചാനെ. കാരണം നമ്മൾക്ക് താഴെ ഇരിക്കുന്ന ഇഷ്ടമല്ലല്ല. പണ്ടും ചാടിക്കയറുന്ന മൂടല്ലേ. നമ്മുടെ കൂട്ടുകാരൻ താഴെ ഉള്ളത്, ഓനൊന്നും നോക്കട്ടെ. ഇതാണ് ഗൈസ് ഇവിടുത്തെ മൂഡ്. ഇങ്ങോട്ട് തിരിച്ച് വരേണ്ടി വരും എന്തായാലും, അല്ലെങ്കിൽ പിന്നെ അമ്മൽഫി പിടിക്കണം. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ. മൈ ബ്രദർ ഇവിടെ ഉണ്ട് മച്ചൻ. ഇവിടുത്തെ മൂഡ് ഇതാണ് ഗൈസ്. നമുക്ക് വിൻഡോ സീറ്റ് കിട്ടാൻ എന്താ ഉറപ്പ്? വിൻഡോ സീറ്റ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ബോട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഗൈസ്. See that? Such a marvelous ആന ബോട്ട്. ഇത് ബോട്ടല്ല, ഇത് ഫെറിയാണ് മച്ചൻ, ഫെറി. ഇതൊക്കെ ഞാൻ ബൈ ബൈ Sorrento. നമ്മളിവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് കയറി നിൽക്കാനുള്ള നല്ല വകുപ്പുണ്ടാവും ഇവിടെ. താഴേക്ക് പോകാനുള്ള മൂഡ് നോക്കട്ടെ. It's gonna be a shaky ride guys. കാരണം ചെറിയ തിരകളൊക്കെ ഉണ്ട്, അപ്പോൾ നൈസ് കുലുക്കമൊക്കെ ഉണ്ട്. നല്ല മൂഡ്. I love it. നോക്കടാ എൻ്റെ മോനെ.
സീൻ കോണ്ടസം വേരി നമുക്ക് ബാക്കിലോട്ട് പോകാം. Could you sing that once more? Oh, sorry. Oh. അവള് നൈസ് പാട്ടൊക്കെ പാടിയതാണ്, പക്ഷേ മിസ്സായി പോയി ഗൈസ്. സോ നിങ്ങടാ പറ്റാണല്ലോ ഒരു എടാ നോക്കിയടാ മൂട് എന്റെ അമ്മോ തിരക്ക് വന്നിട്ട് അടിച്ച് തെറിപ്പിക്കണ മച്ചാരെ. ബാക്ക് വ്യൂ കാണിച്ചു തരാം. വെയിറ്റ് കടലിൽ പോയി എക്സ്പീരിയൻസിലായിരുന്നു, ഞാനിവിടെ പേടിച്ച് തൂറിയാണ്. എൻ്റെ മോനെ ഞാൻ ബാക്കിലോട്ട് പോയിട്ട് റെയർ വ്യൂ കാണിച്ചു തരാം. തലയും കുത്തി വീണില്ല ഈ ഗൈസ്. എൻ്റെ ഹായ്. സോ നമ്മുടെ ബംബി റൈഡില് I'm gonna try to go. Oh, take your shots on the yacht. Cheers. Yeah. So, how's it going, my brother? It's a bumpy ride, yeah? Finally, you see, it's not really possible to eat. Yeah. So, let me show them the rear view. Backile view നോക്കി. എൻ്റെ മോനെ ബാക്കിലൊക്കെ കുലുക്കുലട്ടാ, ഫ്രണ്ടിലാണ് ഭയങ്കര കുലുക്കം. Almost heaven, yeah. മലകൾ കണ്ടോ ഗൈസ്, കടല് കണ്ടോ, കണ്ടോ മച്ചാരെ. താഴേക്ക് പോവാം, എന്താ കൊണ്ടുപോയി എൻ്റെ ബാഗൊക്കെ തെറിച്ചു പോവും. That's a pretty bumpy ride up there. Yeah. Oh my God. It's like going like this over there. Yeah. So, don't move back. Oof, എൻ്റെ മോനെ ക്യാമറ അടിച്ചിട്ട് അയ്യോ നീലല്ലേ. അയ്യോ അപ്പോ ഇതാണ് കഴിച്ച് ഇവിടുത്തെ പോകുന്നത്. ഇതാണ് ക്യാപ്റ്റൻ, 2 ബിയറൊക്കെ അടിച്ച് കൂളായിട്ട് such a bumpy ride, like beautiful. Yeah. അപ്പൊ നമ്മള് മുകളിലോട്ട് തന്നെ പോണ്, സൈഡ് ബോട്ടം വ്യൂ. എന്റെ മോനെ ബാക്ക് വ്യൂ നോക്കി. ഇവിടെ സ്പീഡ് ബോട്ടാണത്. ഇതിപ്പോ ഇച്ചിരി പൈസ കൊടുത്തെങ്കിലും ഒരു വീക്കാലാൻഡ് കയറിയ മൂടുണ്ട് മച്ചാ, സീനില്ല. Almost heaven, West Virginia, guys. Capri. മൂട് മച്ചാരെ. അപ്പോ oh man. ഓക്കെ, ഉപ്പുള്ളൊക്കെ തെറിച്ച് പരിപ്പായിട്ടിരിക്കുക. നമുക്ക് ഇവിടെ ഇരിക്കാം. ചേച്ചിക്ക് ഇവിടെ നിന്ന് പേടിയായിട്ട് താഴോട്ട് പോണേന്. ഓ yeah. Stand still here. Stand still
we are back on this train. നമ്മളിപ്പോൾ ഫ്രണ്ടിലോട്ട് നമ്മുടെ സീറ്റിൻ്റെ അങ്ങോട്ട് പോകുന്നു guys. Oh my god, what an experience. It's like I just got on an amusement ride. Yeah man. Yeah, so ഇതാണ് guys ഇവിടുത്തെ മൂഡ്. ഇനിയിപ്പോൾ വലിയ വലിയ തിരകൾ വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മച്ചാനെ. സൈഡ് സീറ്റ് ഒന്നുമില്ല. സൈഡ് സീറ്റ് നമ്മുടെ ഉള്ള സൈഡ് സീറ്റേ ഉള്ളൂ, നമുക്ക് അവിടെ വരിക. യെസ്, finally on the seat. എടാ കാപ്രി എത്തിയടാ. Is that Capri? Oh എടാ എടുത്താണ് കാപ്രി. What an experience, guys. We are actually on an amusement ride. Do you know that? We're actually on a water roller coaster. Yes. അപ്പോൾ ഇങ്ങനെ പോണു ഗൈസ്. ഏതാ മൂഡ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ലൈവ് വരണം. നിങ്ങളൊരു 50 സബ്സ്ക്രൈബർ എങ്കിലും ആക്കി താടാ. അപ്പോൾ പിന്നെ എനിക്കതനുസരിച്ച് ലൈവെങ്കിലും വരാലോ മച്ചാനെ. സ്വിമ്മിങ് ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളടാ. അല്ല, സ്വിമ്മിങ് ഡിസ്റ്റൻസ് അല്ല, കുറച്ച് എക്സ്ട്രാ ഉണ്ട് കണ്ടിട്ട്. കാരണം ഇവിടെ നിന്ന് അവിടെ വരെ എത്തണം. സോ ഇറ്റ്സ് ലൈക്ക് കൊമിനോ ഡിസ്റ്റൻസ്. അതായത് ഗോസോന്ന് കൊമിനോക്ക് പോകുന്ന ഡിസ്റ്റൻസ് എങ്കിലും ഉണ്ടാവും മേ ബി. ഞാനൊന്ന് പൊങ്ങിയിട്ട് കാണിച്ചു തരാം. പൊങ്ങാൻ പറ്റണല്ലോ, ചാടിക്കൊണ്ടിരിക്കാനാണ്. സോ അത്ര ഡിസ്റ്റൻസ് ആക്ച്വലി ഉള്ളത്. ഇത് സൊറൻറ്റോ, അവിടെ കാണുന്നതാണ് നേപ്പിൾസ്, അത് വെസൂയിസ്. ഓക്കെ, ഇത് എത്ര എടുത്തിട്ടും മതിയാവുള്ളൂ. എന്തോ ഏതോ മൂട് പോലെ. ചാടണല്ലേ, എന്നിട്ട് നീന്തി അവിടെ എത്തണല്ലേ. മാസ് മൂട്. വടിയാവണ്ട നോക്കിയാൽ മതി. ഒന്നുമില്ലടാ, അപ്പൊ പിന്നെ പേടിക്കാനൊന്നുമില്ല. ദേ വേറെ ബോട്ട് പോകണം, പറന്നു പോണം ഗൈസ്. വെള്ളത്തിന് കളർ മാറിക്കണമെങ്കിൽ എത്തി ഗൈസ്. അവിടെ നമ്മളിവിടെ എത്തി. ഇതാണ് കാപ്രി. വെൽക്കം ടു കാപ്രി മൈ ബ്രദേഴ്സ്. ഇത് മറ്റേ ഏതോ സിനിമയുടെ കൂടുള്ള സ്ഥലമൊക്കെ പോലെ ഉണ്ട് കേട്ടോ. ഒരു വാട്ടർ വേൾഡ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. അതിൽ അവർ ട്രാപ്പായി പോണ ഒരു ഐലൻഡ് ഉണ്ട്. ആ ഒരു ഐലൻഡിൻ്റെ കറക്റ്റ് മൂഡ്. എനിക്ക് ഉറപ്പാണ് ഇവിടെ ഏതോ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിരുന്നത്. കറക്റ്റ് അതുപോലെ ഇരിക്കുന്നത്. ഈ സൊറൻറ്റോ ഫിലിം സിറ്റിയും കൂടി ആണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. I think I'm sure. I think. നല്ലൊരു ക്ലിപ്പൊക്കെയാണ്. കാപ്രിയിലോട്ട് എത്തിയിരിക്കുന്നു മച്ചാരെ.
പടുത്ത് മൂടി പിടിക്കാം. അയ്യോ അതിൻ്റെ മണ്ടക്കൊക്കെ കയറി പിടിക്കാൻ വേണം നമുക്ക്. വേറെ മൂട് ഒരു ആന ബോട്ട് വന്ന് ഇടിച്ചാണ് ഈ ബോട്ട് ഇപ്പോൾ നമ്മുടെ നേരത്തെ ആണെങ്കില് ഫെറി. എൻ്റെ മണ്ടക്കൊക്കെ കണ്ട ഒരു വീട് എന്ത് പീസ്ഫുൾ ആയിരിക്കില്ല അതിൻ്റെ മണ്ടക്കൊക്കെ താമസിക്കണ വെച്ചാൽ. ഒരുപാട് ബോട്ടുകളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടേക്കണം. സൊറൻ്റെ മൂടൊക്കെ പോലെ തന്നെ കുറേ സെയിൽ ബോട്ടുകളാണ് കൂടുതലുള്ളത് ഇവിടെ. മത്സ്യകന്യകളുടെ കാര്യത്തിൽ എവിടെ പോയാലും ഒരു മോശമില്ലുണ്ടാവും. ഇവിടെയും കുറവില്ല. ഇറ്റലിയിൽ വന്നതിന് ശേഷം അങ്ങോട്ട് ഒരു ഗുമ്മായിട്ടില്ല, ഗുമ്മാക്കി എടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഇവിടേക്ക് എത്തിയില്ലേ ഒരു കാര്യം കൂടി, 2 കാര്യങ്ങളും കൂടി സെറ്റാവുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഗുമ്മാക്കി എടുക്കും. 1 സ്കേറ്റ് ഷൂസ്, 2 ഗിറ്റാർ. ഇതാണ് നമ്മുടെ ടൂൾസ് ഗുമ്മാക്കാനുള്ള. അപ്പോൾ അത് റെഡിയാക്കട്ടെ. അമൽഫി എന്ന് പറഞ്ഞൊരു ബീച്ചാണ്ടോ, കലർണോ ജെത്തി, പിന്നെ ജംബോ ജെത്തി. ഇവരൊക്കെ എന്ത് സ്പീഡിലായിരിക്കും ഷേപ്പ് തന്നെ ഉണ്ടോ, പറന്നു പോകാനുള്ള രീതിയിൽ നല്ല കറക്റ്റ് ഷേപ്പ് ആക്കി ചെയ്യണം. ഇവിടുന്ന് എടുത്ത് ചാടിയാല അമ്മമാർ ഫൈൻ അടിക്കും. ഏത് ബോട്ട്, അപ്പുറത്തെ ബോട്ട്. All the best to him off here. നമ്മൾ പോടി ഗൈസ്, അപ്പുറത്തെ ബോട്ടിൽ വരെ നമ്മൾ മൂടാക്കി എടുത്തു വെച്ചത്. ആൾക്കാരൊക്കെ മൂടായി ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് കാപ്രി, the island of Capri guys, Capri. So there you are. എനിക്ക് ആ അമ്മച്ചിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടാ. ആ അമ്മച്ചി ഭയങ്കര ടാറ്റാ ചേട്ടാ. A lot of videos actually for the YouTube. Well, lovely ride. It was like an amusement ride. Like I was in an amusement park or roller coaster. 1 minute selfie. Hey yo, thank you guys. Lovely. Mr. Captain. Yes. Yeah, wonderful riding, Captain. It was like an amusement park. What is your name, Captain? What's your name? Tony, the legend. Tony, yeah, the captain. Thank you, Tony. Bye. Ciao. So, we're in the heaven, guys. And the name is Capri. ഇതൊക്കെയാണ് ഗൈസ് ഇവിടെ പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് മച്ചാനെ. ഇവിടത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്യണം മൂടെന്ന് പറഞ്ഞാൽ കുറച്ചൊരു കൂളാണ് സ്ഥലം. ശബ്ദം കുറവാണ്, പൊല്യൂഷൻ കുറവാണ്. ഐലൻഡ് അല്ലേ ഒബിയസ്ലി, സെർച്ചൻലി പൊല്യൂഷൻ കുറവായിരിക്കുമല്ലോ. ഒരു ലോഡ് പെട്ടികളൊക്കെ കൊണ്ടുപോകാൻ ഏത് മൂഡ് മാൻ. നമ്മുടെ മച്ചാൻ ബാക്കിലുണ്ട്. ഒരു പെണ്ണുടോ അടിപൊളി. അവളുടെ മേത്ത് ഡ്രസ്സ് തോളേടാ എന്ത് രസം. അവള് നോക്കണ്ടായിരുന്നു. എനിക്ക് നോക്കുമ്പോഴാണ് ശരിക്കും അങ്ങോട്ട് നോക്കാനുള്ള കണക്ഷൻ കിട്ടണം. അല്ലേ ഒരു മൂടില്ല. ജാടിട്ട് പോയി കഴിഞ്ഞാൽ എത്ര സുന്ദരിയാണെങ്കിലും മരുവല്ലേ. ആ സമയം നമ്മൾക്കൊരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിടില്ല. വിടരുതല്ലോ. എന്നെ സംബന്ധിച്ച് സ്ത്രീ എന്ന് പറയുന്ന ഐശ്വര്യമാണ്. എവിടെ പോയാലും ഒരു സ്ത്രീ സാന്നിധ്യം ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര അടിപൊളി. സോ that's why I love women, man. You also love women. Everybody loves women. Women are like love. So
ഈ ഏരിയയിൽ കുറച്ച് ക്രൗഡാണ്, പക്ഷെ ഐം ഷുവർ ദാറ്റ് ഞാൻ അകത്തോട്ട് കയറി പോകുന്തോറും ക്രൗഡൊക്കെ കുറഞ്ഞ് നല്ല പീസ് വൈബ് ഉണ്ടെന്ന്. ബാർ ഗ്രോട്ടോ നമ്മുടെ കയ്യിൽ ചില്ലറൊന്നും ഇല്ലെങ്കിലും നമ്മൾ റിച്ച് ലുക്ക് മൻ എറുമൂടല്ല. അപ്പോൾ this is the streets of Capri. ഇതൊക്കെ ലൈവ് പോകുന്ന സംഭവമല്ലേ. ഒരു ലോഡ് ഫ്ലാഗുകൾ, നല്ല സ്റ്റൈലല്ലേ. ഓൾമോസ്റ്റ് എല്ലാ കൺട്രികളുടെയും USA, വലിയ വലിയ എല്ലാ കൺട്രികളുടെയും ഫ്ലാഗ് ഉണ്ട്. ജപ്പാൻ, USA, കാനഡ, ബ്രസീൽ. കൊള്ളാല്ലേ റെസ്റ്റോറൻറ്റ് മൂടൊക്കെ. നൈസ്, ലവ്ലി. കൂട്ടുകാരന് ഞാൻ ഈ മൂഡ് എങ്ങും കേട്ടിട്ടില്ല. എന്താ മൂടല്ലേ സംഭവം. ബാക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നൈസ്. എടാ ഇവിടെ ഓപ്പൺ ബീച്ച് ഉണ്ടേ, കുറച്ച് കഴിയുമ്പോൾ കുളിക്കാൻ വരാം. അവിടെ നല്ല അടിപൊളി ബീച്ചുണ്ട് അവിടെ. ഓക്കെ, സ്പോട്ടൊക്കെ ലോക്ക് ചെയ്ത് നോക്കാം. കഞ്ഞി പോലത്തെ കണ്ണീര് പോലത്തെ ബീച്ച് ഒരുപാട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിലും ഒന്നും കൂടി കണ്ടു. കുളിക്കണ്ടേ. ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കാനാണ് ഗൈസ്. പിള്ളേരൊക്കെ ടാറ്റാന്ന് പോകുന്നുണ്ട്. ആള് നമ്മള് ഇവിടെ ഒടുക്കത്തെ പൈസയാണ് ബസ്സിനൊക്കെ. 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ യാത്രക്ക് വേണ്ടി €8. എൻ്റെ മോനെ അപ്പം തന്നെ ചാടി ഇറങ്ങി. 1.5 കിലോമീറ്ററിന് €8. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ഐലൻഡാണ്. അപ്പം ഇങ്ങനെ ഇരിക്കാനാണ് ഗൈസ്. അപ്പോൾ ഫുഡ് എൻ്റെ ഭക്ഷണം തീറ്റ കണ്ടിട്ട് പുള്ളി ഞെട്ടിയിരിക്കുക ആകെ. ഞാൻ എന്തോരം ഒന്ന് ചോദിച്ചാൽ തിന്നണം. നാളെ തൊട്ട് ഫാസ്റ്റിംഗ് ആണ്. എൻ്റെ തീറ്റ കണ്ടിട്ട് മച്ചാൻ ഞെട്ടിരിക്കുക. ഞാൻ നിന്നുകൊണ്ടിരിക്കുക. അതായത് ഉച്ചക്ക് കഴിച്ച് അതിനുശേഷം കിട്ടണമൊക്കെ കഴിച്ച് വൈകുന്നേരത്തേക്കുള്ളതും കൂടി കഴിച്ച് പിസ്സ കഴിച്ച് അങ്ങനെ കുറേ ഫുഡ് കഴിച്ചു. ആ മച്ചാൻ എന്നെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണേ. ഓരോ തരം പാസ്ത ഷേപ്പിന് ഓരോ ഇതുണ്ട്. ഇത് പേനയുടെ ഷേപ്പുള്ള പാസ്തയാണ്. So it's called penne. So this one penne rigate. Penne rigate എന്നാണ് ഇതിൻ്റെ പേര്. Stripes എല്ലാം ഉണ്ട്. അതുപോലെ ഓരോ സാധനത്തിനും ഓരോ പേരുകളുണ്ട്. ഓരോ പാസ്തയ്ക്ക് ഇടാം. ഈത്തൊക്കെ മൂടാണല്ലേ. ഞാനിപ്പോൾ തിന്നോണ്ടിരിക്കുകയാണ്. നിന്ന് എന്നിട്ടും വിശപ്പ് പറഞ്ഞില്ല. എന്താണ്ടാവും കൊക്കോ പൊടി ഇട്ട് തോന്നറ്. നാളെ തൊട്ടപ്പോൾ ഫാസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഇനി തീറ്റ നിൽക്കാൻ പറ്റില്ല. എൻ്റെ ഫുഡ് അടിച്ചെടുക്കാനൊരുത്തം വന്നേക്കണോണ്ടാ. ഓക്കെ, കൊച്ചിക്കള്ള് ഒരു നൈസിൻ്റെ ഭക്ഷണം കഴിക്കാനാണ്. ഒരെണ്ണം തട്ടിയെടുത്തോണ്ട് പോകണുണ്ടോ നൈസായിട്ട് കീറിയെടുക്കണ. എടുത്തോടാ മുത്തേ, എടുത്തോ. കൊണ്ടേട്ടാ കൊണ്ടേ. ഷെയറിങ് ഈസ് കെയറിങ് അല്ലേ? ഷെയറിങ് ഈസ് കെയറിങ്. ഗൈസ്, നമുക്കൊരു സുന്ദരിയായിട്ടുള്ളൊരു traveling around Italy right now, making some videos, and I met him on the road, and he's also traveling for nice. the past 9 months now. Good. Wow. Fa 9 mesi che sto viaggiando così. Cosa? Fa adesso più di 9 mesi. E invece di ritornare a casa sono andato in Spagna, a Mallorca. Sono stato un po' meno di 4 mesi qua. E dopo sono venuta a Napoli perché inoltre mi piace il calcio e avevo un po' indovinato che Napoli poteva diventare campione. Allora, infatti è diventata campione. Sono venuto qua e dopo che il campionato Esther, Camilla, my daughter. Esther and her daughter Camilla. Sì. അപ്പോൾ അവരാണ് നമുക്ക് ലിഫ്റ്റ് തന്നത്. പക്ഷെ ഒരാളും കൂടി ഉണ്ട് ഈ വണ്ടിയിൽ. ആരും കാണാത്ത ഒരാൾ. എൻ്റെ കാലിൻ്റെ കുഞ്ഞിക്കുട്ടൻ. മിലുവിന്റെ കാലിന്റെ അവിടെ കിടക്കുന്നതാണ് ഗൈസ്. മിലു എപ്പോണാ. Yeah, but so sweet. Lovely. Yes, മിലു ഉണ്ട് കേട്ടോ നമ്മുടെ അവിടെ. മിലുവിനെ ഞാൻ പോണേന് മുന്നേ കാണിച്ചു തരാം. മിലു പുറത്തോട്ട് ഇറങ്ങും നമ്മളെ കുറയ്ക്കാനായിട്ട്. ഓക്കെ ഗൈസ്. മിലു yeah. Non penso che sarà più possibile, ma vediamo. Per il momento diciamo 4-5 giorni per esempio. Parco? നമ്മളിവിടെ നിന്ന് ഇറങ്ങി
ഇതാണ് ആള് കേട്ടോ. Vi apro dietro. താങ്ക് യു വെരി മച്ച്. മിലു ഉറങ്ങിയടാ. അപ്പൊ നമ്മള് ഇവിടെ ഇറങ്ങിയട്ടോ. ഇതാണ് കപ്രി. ഏതോ മലയുടെയൊക്കെ നടുക്കായിട്ട് ഇവിടെ ഇപ്പൊ ഉണ്ട് ഗൈസ്. നോക്കി നല്ല രസമാണ്. അടിപൊളി വൈബ്. ബൈ. ഇതാണ് നമ്മളെ ബൈ. വേറെ കൂടെ കേട്ടോ. നമ്മളിപ്പോ കാപ്രി എന്ന് പറയുന്ന ഈ ഐലൻഡിന്റെ ഇവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ എന്താ സീൻ എന്ന് വെച്ചാല് ഭയങ്കര എക്സ്പെൻസീവ്. അതേ എക്സ്പെൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴുള്ളൂ. റോളക്സ് വാച്ചുകൾക്കുണ്ട്. റോളക്സ് പെപ്സി അതിപ്പോ ഭയങ്കര എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇവിടെ ഒരു പ്ലേറ്റ് പാസ്തക്ക് നമ്മുടെ കൂട്ടുകാരൻ ചുമ്മാ നോക്കിയതാ 40 യൂറോ, 4000 രൂപ ഒരു പ്ലേറ്റ് പാസ്തക്ക്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് ലൈക്ക് ടു മച്ച്. ഡോണ്ട് യു നോ ദാറ്റ്? ഇറ്റലിയിലെ നല്ല പൂര് സ്ട്രീറ്റ് പോലെ ഉണ്ട്. അടിപൊളി പോഷ് സ്ട്രീറ്റ്. മൊത്തം നല്ല ഒരു വൈബുണ്ട് ഇവിടെ. ഒരു റിച്ച് മാക്സ് പൊട്ട വൈബ്. ഇതേടാ ഈ സാധനങ്ങൾ നോക്കി. മറ്റേ എക്സോട്ടിക് ലിങ്കറി ഉണ്ടോ ഈ സാധനം കിട്ടി. നമ്മുടെ ഭാര്യമാരൊക്കെ വന്നാൽ 2 അടി കൂടുതലടിക്കാൻ തോന്നുന്നു. അതാണ് ഒന്നുകൊണ്ട് അത് എക്സോട്ടിക് ലിങ്കറി എന്ന് പറയും. പിന്നെ എന്താ ഇവിടെ എല്ലാ കുന്തങ്ങളും ഉണ്ട് ഗൈസ്. ഓ ഇതെനിക്കിഷ്ടം കേട്ടോ. ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഷോപ്പാണ് ഗൈസ്. അടിപൊളി പെമ്പിള്ളേരകത്ത് ഇപ്പോണ്ട്. എന്നിട്ട് വേറെ സ്ട്രീറ്റുകളൊക്കെ നല്ല, അതായത് ഇവിടെ ഒരാളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ഫീൽ ചെയ്യും നല്ലൊരു ഭയങ്കര പോഷ് ലെവലുള്ള ഒരു സ്ട്രീറ്റാണ്. നല്ല ലക്ഷറി മൂടുള്ള ഇതേടാ ഇത്. വാവ് വണ്ടർഫുൾ ആർട്ടിഫാക്റ്റ്. ഒരു സൈക്കിളിൻ്റെ ചെയിൻ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. വണ്ടർഫുൾ ആർട്ടിഫാക്റ്റ്. ശരിക്കും ഭയങ്കര ഒരു കഴിവ് തന്നെ ഉണ്ടോ? ഒരു ബുദ്ധനെ ഉണ്ടാക്കി വെച്ചേക്കണൊക്കെ. It's like women, right? Oh, look at the man. You're my brother. So what do you plan to... ഇവിടെയുള്ള ഷോപ്പുകളുടെയൊക്കെ ഒരു ലെവലുണ്ടോ? ഓട്ടോമാറ്റിക്കലി തുറന്നു തന്നെ ഒരു ഗിയർ സിസ്റ്റം. ഈ സ്കൂട്ടർ ഉണ്ടാക്കി വെച്ചേക്കണ ഇവര്. പെട്ടികളുണ്ടൊരു സ്കൂട്ടർ നിർമ്മിച്ച് വെച്ചേക്കുന്നു. ഇത് മൂടടാ. വെറുതെ അല്ല, ലൂയിസ് വിറ്റോൺ ആണ്. ലൂയിസ് വിറ്റോൺ LV വേറെ ലെവലിൽ കട. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വൻ മൂടട്ടോ. എന്താ പറയാ, പിള്ളേരൊക്കെ നോക്കി ചിരിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഒരു മൈൻഡ് കിട്ടണല്ലോ അങ്ങോട്ട് സെറ്റാക്കാനുള്ളത്. അത് സെറ്റാക്കണമെങ്കിൽ ഒരു അതേ തന്നെ പെട്ടി.
സെറ്റാക്കണമെങ്കിൽ ഒരു മൈൻഡ് കിട്ടണോടാ. ചില ടൈമിൽ നമ്മൾ ലൂസ് ഫിറ്റ് നമ്മൾ പറഞ്ഞു തന്നെ സെറ്റാക്കണമെങ്കിൽ ഒരു മൈൻഡ് കിട്ടണോടാ. നമുക്കൊരു നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാവണം, ലൈക്ക് ഒരു ഇതിലോട്ട് വരണം. എന്നാലും നമുക്ക് ആ ഒരു മൈൻഡ് കിട്ടുള്ളൂ. വേറൊരു അല്ലെങ്കിൽ ആ പെണ്ണിനോട് കാണിക്കാനുള്ളൊരു ക്ഷമ നമുക്ക് ഉണ്ടാവത്തില്ല. ഒന്നാമത്തെ നല്ല ക്ഷമ കൊണ്ടൊരു പരിപാടിയാണ് പ്രേമിക്കൽ എന്ന് പറഞ്ഞാൽ, വളക്കൽ എന്ന് പറഞ്ഞാൽ. അത് വേണ്ടേ, ക്ഷമ വേണമെന്നുണ്ടെങ്കിലല്ലേ പരിപാടി നടക്കുള്ളൂ. അപ്പോൾ ആ ഒരു മൂഡ് സെറ്റാക്കണം ആദ്യം. ഇതൊരു ശാന്ത വൈബോട്ടല്ലേ. സ്ഥലങ്ങളൊക്കെ ഉണ്ടോ? ഒരുമാതിരി നല്ലൊരു ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലവും, അവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട്, മലകൾ, എക്സ്ട്രീം മലകൾ, ക്ലിഫുകൾ, ഇതൊക്കെ തന്നെ ഇവിടെ കേട്ടോ. നമ്മളിപ്പം നടക്കാൻ പോകുന്ന വഴി വരെയും ഒരു 2 സൈഡിലും ഒരുപാട് ഇതൊക്കെ ഉള്ള വഴിയാണ്. ലൈക്ക് ശരിയാണ് റെസ്റ്റോറൻറ്റ്. ഏതാ വഴി? അവിടെ നിന്ന് ഇതിൻ്റെ അറ്റ വരെ എത്തിയിട്ടുണ്ട്. ഇനി എനിക്കൊന്നും താഴത്തോട്ട് പോയി ബീച്ചായിരിക്കും വെച്ചാനെ. ഇവിടെ നൈസ് മ്യൂസീഷ്യൻസിനൊക്കെ കണ്ടോ, നൈസ് പീപ്പിൾ, ഗിറ്റാറൊക്കെ വായിച്ച് നൈസ് വൈബ് അടിക്കണം. ഇവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള കല്ലൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഹായ്, ഐ ലവ് യുവർ കോസ്റ്റ്യൂം. അടിപൊളി കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് എനിക്ക് അമ്പോ നോക്കി. മോനെ വ്യൂ രക്ഷയിലോട്ടോ. സൂര്യൻ ഒരു ക്ലൗഡ് ഇട്ട് മറച്ചിട്ട് ആ ഒരു ഷാഡോയിൽ ഇങ്ങനെ ഇരിക്കണുണ്ടോ ഫുള്ള്. ഇതൊക്കെയാടാ യാത്ര ചെയ്യണമെന്ന് പറയണം. നമ്മൾ ഒരുപാട് യാത്ര ചെയ്യണം, ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനും പിടിക്കാനും. വീട്ടിലിരിക്കല്ലേ നിങ്ങളാരും, ഒരു കിട്ടണം ബാഗ് എടുത്ത് ചാട്ടി ഇറങ്ങിയിട്ട് ഇതുപോലെ ട്രാവൽ ചെയ്യടാ. എന്താടാ ട്രാവൽ ചെയ്യും. ബാൻഡ് മേളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് അതിനുള്ള ടൈമില്ല, പക്ഷേ ഇവിടെ ഓരോരോ ഡ്രസ്സിങ് കോസ്റ്റ്യൂമൊക്കെ ഉണ്ടാവും. ഞങ്ങളിപ്പോൾ ഫുഡൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ. അതിങ്ങനെ ചാടി ചാടി പറിച്ചിട്ട് കയ്യിൽ മൊത്തം മുകളിലൊക്കെ അടിച്ചിരിക്കുക. അയ്യോ ഒരു കട്ടാടാ, അയ്യോ ഇത്രയും കിട്ടിയടാ മച്ചാ. നടന്ന് ഇങ്ങനെ നടന്നൊരു ആൾക്കാരൊക്കെ മുഖം കണ്ടോ, നടന്ന് ഉപ്പാടലകിട്ട്. അപ്പോൾ ഒന്ന് സെറ്റാക്കി ഇടണം. മാൻ കുറേ ഉണ്ട് കിടക്കാൻ. ഞങ്ങളിന്ന് താഴോട്ട് കിടക്കണാണ്. ഇപ്പോഴാണൊന്ന് സാധനമൊക്കെ ഫിക്സ് ചെയ്ത് ഇറങ്ങാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഇവിടെ കാണണം. രക്ഷയില്ല, എൻ്റെ ക്യാമറ കിട്ടത്തില്ലെന്ന് തോന്നുന്നു. പക്ഷേ കണ്ടോ, നിലാവടിച്ചിട്ട് ഫുൾ മൂണും കൂടിയല്ല, പക്ഷേ കടലിൽ മൊത്തം നിലാവടിച്ചിരിക്കുന്നതാണ്. ഇത് കാണുന്നുണ്ടോ നിങ്ങൾ? എൻ്റെ ദൈവമേ എന്തൊരു ഭംഗിയാടാ. ഓ മൈ ഗോഡ്, കടലിൽ മൊത്തം നിലാവടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇതൊരു ഭംഗിയാടാ ഈ ഭൂമി കാണാൻ. രാത്രി എന്തൊരു വിഷ്വലാണ്. എന്നെ കാണണ്ടാവില്ല നിങ്ങളിപ്പോൾ, എൻ്റെ വാക്കുകളിലൂടെ ആയിരിക്കും അങ്ങനെ ഈ ഒരു ചെറിയ നിലാവ് മാത്രം കാണുന്നുള്ളൂ. പക്ഷെ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2 ആന റോക്കുകളും പിന്നെ വലിയൊരു കടലും മാത്രം. മൊത്തം കടൽ ഏകദേശം വെള്ള കളറ് ചന്ദ്രൻ്റെ റിഫ്ലക്ഷൻ അടിച്ചിരിക്കുന്നതാണ്. അവിടെ സിറ്റി സൈഡിലൊരു ബോട്ട് കിടപ്പുണ്ട്.
ഞങ്ങളിവിടെ താഴെ എത്തിയിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുക, കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ചിലപ്പോൾ തിരിച്ചു കയറും.